നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്നത്തെ ഓക്കെ, ഈ ആഴ്ച, ഈ വീക്ക് ഏറ്റവും ഞാൻ നോക്കാൻ പോകുന്നത് ഏറ്റവും മേജറായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് നടക്കുമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ലൈക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്ത് നടക്കാനാണ് സാധ്യത നോക്കാം. എന്തോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, എന്തോ നടക്കാൻ പോകുന്നുണ്ട്, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിൽ നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. ഓക്കെ, അങ്ങനൊരു ഫീലിംഗ് വന്നുകൊണ്ടാണ് റീഡിങ് ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ കൂടുതൽ നോക്കട്ടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ പേഴ്സൺ ആരുമാവാം. ഓക്കെ, നിങ്ങൾ മാരീഡ് ആവാം, സിംഗിൾ ആവാം, നിങ്ങൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആവാം, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് ബന്ധത്തിൽ നിങ്ങൾ ആരെക്കുറിച്ചാണോ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്താണ് എന്തെങ്കിലും മേജറായിട്ട് എന്തെങ്കിലും ലൈക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്ന എന്തെങ്കിലും എന്താ നോക്കാം. ലെറ്റ്സ് സീ. ആദ്യം എനിക്ക് തോന്നി ഇത് വരുന്നു, ഞാൻ ജഡ്ജ്മെൻ്റ് ആണ് വിചാരിച്ചു, പക്ഷേ ടെമ്പറൻസ്. ഓക്കെ, ഓൾമോസ്റ്റ് സെയിം. എനിക്ക് തോന്നി കാർഡ് വരുന്നു ഞാൻ എടുക്കുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിൽ. ഓക്കെ, ഗ്രേറ്റ്. ടെമ്പറൻസ് ആണ് കാണുന്നത് ആദ്യം. ഫുൾ കാർഡ്, വെരി നൈസ്. ഓക്കെ, വേൾഡ്. 5 എടുക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്, സ്പേസ് വേണം. ചാരിയറ്റ്. One more card, please. Okay. Empress. Okay. ഈ കാർഡ് ഐ ഹോപ്പ് പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഓക്കെ, ഇവിടെ മെയിനായിട്ട് കാണുന്നത് ആദ്യം തന്നെ ടെമ്പറൻസ് ആണ്. എനിക്ക് ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാലൻസ് എന്ന രീതിക്ക് പറയാം. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരാൻ പോകുന്നു എന്ന് പറയാം. ആ ബാലൻസ് എന്ന് വെക്കുമ്പോൾ മീൻസ് നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാൻ പോകുന്നു, ഒരു കോംപ്രമൈസ് വരാൻ പോകുന്നു, കുറച്ചുകൂടി ഒരു ബെറ്റർ ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് നിങ്ങളൊരു രമ്യതയിലേക്ക് എത്തുന്ന രീതിയിൽ പറയാം. എനിക്ക് സിറ്റുവേഷൻ എന്ത് തന്നെയായാലും ഒന്നുകൂടി അത് ബാലൻസിലേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞ് ലൈക്ക് പേഴ്സണുമായിട്ട് എന്തെങ്കിലും തെറ്റി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതിനെ ഒരു കോംപ്രമൈസ് വരുമെന്ന് എടുക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരുന്നതാണ് എനിക്ക് കാണുന്നത്. രണ്ടുപേരും ഐ തിങ്ക് കുറച്ചുകൂടി പരസ്പരം മനസ്സിലാക്കുന്നതായിരിക്കാം, അണ്ടർസ്റ്റാൻഡിങ് വരുന്നതായിരിക്കാം. എവിടെയോ ഇത് ശരിക്കും നമ്മൾ ശിവശക്തി എന്ന രീതിക്ക് പറയും, ഫെമിനൈൻ മാസ്കുലൈൻ രണ്ടും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ, ഒന്നിച്ച് എന്ന് പറയും. ഓക്കെ, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഫെമിനൈൻ മസ്കുലൈൻ്റെ ബാലൻസ് ആണ് പ്രാക്ടിക്കൽ ആൻഡ് ഇമോഷണൽ സൈഡിൻ്റെ ബാലൻസ് എന്ന് പറയും. ഓക്കെ, അത് മാത്രമല്ല, ഇത് നിങ്ങൾ തമ്മിലൊരു യൂണിയൻ ആക്ച്വലി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. യൂണിയൻ വരാനുള്ള ചാൻസ് കൂടിയാണ്. നിങ്ങൾ മേ ബി പേഴ്സണെ മീറ്റ് ചെയ്യാനായിരിക്കാം ചാൻസ്, കാരണം ഇവിടെ ചാരിറ്റും കൂടി ഉണ്ട്, എംപ്രസ്സും ഉണ്ട്. സോ ഒരു യൂണിയൻ്റെ ഒരു ലക്ഷണം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പേഴ്സണുമായിട്ട് അകൽച്ചയിലാണെങ്കിൽ വേൾഡ് കാർഡ് ഉണ്ട്. സോ മേ ബി നിങ്ങൾ തമ്മിൽ അകൽച്ചയിൽ, വേൾഡും ചാരിറ്റും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു മുൻപ്. അതിപ്പോൾ ലൈക്ക് ദൂരത്തിൻ്റെ ആയിരിക്കാം, ലൈക്ക് വേറെ വേറെ കൺട്രി, സിറ്റി, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഫീൽ ചെയ്തായിരിക്കാം. രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും കുറച്ചൊരു ക്ലാഷ് വന്ന് ഒരു അല്പം അകൽച്ച ഫീൽ ചെയ്തായിരിക്കും. ബട്ട് അതിനെല്ലാം ഒരു ബാലൻസ് വരുന്നതായിട്ടാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ കാര്യം. ഓക്കെ, അത് വളരെ സ്ട്രോങ് ആയിട്ട് മേ ബി നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ ബാലൻസ് ചെയ്ത് കാണും. ഓക്കെ, അതിൻ്റെ റിസൾട്ട് ആയിരിക്കാം നെറ്റ് പേഴ്സണുമായിട്ടൊരു യൂണിയൻ വരാൻ. മേ ബി ട്വിൻ ഫ്ലെയിംസിൻ്റെ ഒരു ഇത് പറയും നമ്മളിവിടെ. സോ അവനവൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ എല്ലാം ഫെമിനൈൻ മാസ്കുലൈൻ ഉണ്ട് എന്നാണ് പറയുക. ഓക്കെ, അതിൻ്റെ ഒരു ബാലൻസ് എന്ന് മാത്രമല്ല, ഇത് ഐ തിങ്ക് നിങ്ങളുടെ ഔട്ടർ യൂണിയൻ കൂടിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പേഴ്സണുമായിട്ടൊരു യൂണിയൻ എന്ന രീതിക്ക് എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു, എന്തോ നടക്കാൻ പോകുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എന്തോ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഫുൾ കാർഡ് ഉണ്ട്. ഓക്കെ, ഫുൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം. ഓക്കെ, സാധാരണ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് വരിക, അണ്ടർസ്റ്റാൻഡിങ് വരിക. ഓക്കെ, പരസ്പരം കുറച്ചുകൂടി ഒരു ഐ തിങ്ക് ആ ഒരു ഒന്നിക്കൽ എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരേപോലെ തോട്ട്സ്, ഒരേ ചിന്ത, ഒരേപോലെ പരസ്പരം ലൈക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കലല്ല, സോറി, കോംപ്ലിമെൻറ്റ്സ് കൊടുക്കലല്ല. ഒരാളിലില്ലാത്തത് മറ്റേ ആൾ പൂർത്തിയാക്കാം. ഓക്കെ, അങ്ങനത്തെ തരത്തിലാണ് എനിക്ക് ഈ കാർഡ് വളരെ സ്ട്രോങ് ആയിട്ട് ഇന്ന് റെപ്രസെൻറ്റേഷൻ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വരും, കുറച്ചുകൂടി ക്ലാരിറ്റി വരും, ഒന്നുകൂടി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ബോണ്ടാവും എന്ന് പറയാം. ഓക്കെ, അത് നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം പോലെ നിങ്ങൾക്ക് മാറ്റം കാണും നിങ്ങൾക്ക്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ കുറേ ആയിട്ട് സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടന്ന, കുറേ ആയിട്ട് സ്റ്റക്കായിട്ട് കിടന്ന റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ്. എല്ലാം പോസിറ്റീവ് കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒക്കെ ലൈക്ക് വളരെ വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്നിലും ഇവിടെ നെഗറ്റീവ് ഒന്നും പറയാനില്ല.
ഫുൾ ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ ഒരു പുതിയ ബിഗിനിങ്, പുതിയ തുടക്കം, നിങ്ങൾ തമ്മിൽ ഹാപ്പി ആയിട്ടുള്ള ഫീലിംഗ്, ഒരു വളരെ ലൈക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യാം. ഇത് കണ്ടില്ല ഇങ്ങനെ പാടി ശരിക്കും ഇങ്ങനെ ഒരു സ്പിരിച്വൽ കണക്ഷൻ കൂടി ആയിരിക്കാം നിങ്ങളുടെ. ഓക്കെ, സ്പിരിച്വൽ ഒരു ഇത് കൂടി എനിക്ക് ഫീൽ ചെയ്യുന്നത്, സ്പിരിച്വൽ ലെവലിൽ നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. മേ ബി യൂണിവേഴ്സായിട്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അതാണ് എനിക്ക് ടെമ്പറൻസ് ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടാകും, പക്ഷെ വന്നത് ഇതും ജഡ്ജ്മെന്റ് ആയിരുന്നു എനിക്ക് തോന്നിയത്. ജഡ്ജ്മെന്റിന് പകരം വന്ന ടെമ്പറൻസ് ആണ്. ബട്ട് യെസ്, ഒരു സ്പിരിച്വൽ ഇത് യൂണിവേഴ്സായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആ ഒരു ബാലൻസ് നിങ്ങൾ തമ്മിൽ കൊണ്ടുവരാൻ വേണ്ടി, നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് വരാൻ പോകുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഐ തിങ്ക് വരും. ഓക്കെ, ഈ ഒരു എനർജി വരും. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ ആണെങ്കിൽ അത് മുന്നോട്ട് നിങ്ങൾ തമ്മിൽ ബാലൻസ് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം, ഞാൻ പറഞ്ഞു, ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുക, വളരെ ലൈക്ക് കെയർ ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യുക, അത്ര സന്തോഷം ഫീൽ ചെയ്യുന്ന തരത്തിലാണ്. ആൻഡ് വേൾഡ് കാർഡും ചാരിറ്റും രണ്ടും ഇവിടെ ഒരു യാത്രയുടെ കാര്യം കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് പോസിബിലിറ്റി വളരെ ഹൈ ആണ്. നിങ്ങൾ അങ്ങോട്ട് ട്രാവൽ ചെയ്ത് പോകാം, അവരിങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരാം. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ ദൂരെ ആണെങ്കിൽ മീറ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഇവിടെ ലൈക്ക് സ്ട്രോങ് ആണ്. ഓക്കെ, ആക്ച്വലി ഇത് തമ്മിൽ നോക്കുമ്പോണ്ടല്ലോ, ഫുൾ കാർഡ് നമ്മുടെ മേജർ ആർക്കാനുള്ള ടാരോ ഡെക്കിൽ നമ്മുടെ ഫസ്റ്റ് കാർഡാണ്. വേൾഡ് മേജർ ആർക്കാനയുടെ ലാസ്റ്റ് എന്ന് പറയും. ഓക്കെ, സോ എവിടെയോ ഒരു സൈക്കിളാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ ചില എൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് എന്തൊക്കെയോ സൈക്കിൾസ് എൻഡ് ആവാൻ പോകുന്നുണ്ട്. പക്ഷേ ആ എൻഡിങ്സ് കൊണ്ടുവരുന്ന പുതിയ ബിഗിനിങ്സ് ആണ്, ഒരിക്കലും അത് നെഗറ്റീവായിട്ട് എടുക്കണ്ട. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് കുറവ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഐ തിങ്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാനും, നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും ഒരു പുതിയ സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എവിടെയോ ഐ മീൻ ഒരു കുറേ ഉണ്ട് പറയാനൊക്കെ. സോ വേൾഡ് കാർഡ് ഇവിടെ അഗെയിൻ നിങ്ങൾ തമ്മിൽ ട്രാവൽ, മീറ്റിംഗ്, അങ്ങനത്തെ പോസിബിലിറ്റി ആണ്. നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം പോസിബിൾ ആണ്. ചില കാര്യങ്ങൾ എൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, സിറ്റുവേഷൻ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിരുന്നു, സെപ്പറേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു മുന്നോട്ടുള്ള ആക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, ആക്ഷൻ ആണിത്. നിങ്ങൾ ഐ തിങ്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന രീതിക്ക് നമുക്ക് എടുക്കാം. വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഐ തിങ്ക് രണ്ടുപേരും കൂടി എഫേർട്ട് ഇട്ടിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഓക്കെ, മീറ്റിംഗ് പോസിബിലിറ്റി വളരെ ഹൈ ആണ്. യാത്ര, ഓക്കെ, ട്രാവലിംഗ് എന്നുള്ളൊരു കാർഡാണ്. എവിടെ ഒരു സ്പിരിച്വൽ യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ എംപ്രസ് ആണ്, ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, കാർഡ് ചില ന്യൂഡിറ്റി ഉണ്ട് ആ പിക്ചറിൽ, അത് കാണിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എംപ്രസ് എന്ന് പറയുന്നത് നമ്മളൊരു അബണ്ടൻസ് ആണ്. ഓക്കെ, അബണ്ടൻസ് എന്ന രീതിക്ക്, അതായത് ഗ്രോത്ത് എന്ന് പറയാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഗ്രോത്ത് എന്ന് പറയാം, അബണ്ടൻസ് എന്ന് പറയാം, നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് വരുന്നതായിട്ട്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അബണ്ടൻസ് വരുന്ന രീതിക്ക് പറയാം. ആക്ച്വലി നെക്സ്റ്റ് ലെവൽ ഓഫ് മാരേജ് കമ്മിറ്റ്മെന്റ് എന്ന രീതിക്ക് കൂടി എടുക്കാം. ഇതൊരു മാരീഡ് പേഴ്സൺ എന്ന രീതിക്ക് നമ്മൾ പറയും. സോ നിങ്ങൾ തമ്മിൽ ഒരു മാരേജ് വരുന്നതായിട്ട് പറയാം, ഒരു പ്രഗ്നൻസി പോസിബിൾ ആണെന്ന് പറയാം. ഓൾറെഡി മാരീഡ് ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, മീറ്റിംഗ് എന്ന് പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോറി, പറയാതിരിക്കാൻ ഓർത്തില്ല. മോർണിംഗ് ഉണ്ട് ഇവിടെ, സോ അതുകൊണ്ടാണ്. പ്രഗ്നൻസി ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾക്ക് പ്ലാൻ ഇല്ലെങ്കിൽ ഓക്കെ സൂക്ഷിക്കാം. അല്ലെങ്കിൽ അല്ലാത്തവർക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് പോയി നിങ്ങളൊരു മാരേജ് കമ്മിറ്റ്മെന്റ്, ഒരു കിഡ്സ്, പ്രഗ്നൻസി എല്ലാം കാണുന്നുണ്ട്. എനിക്ക് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് വളരെ അബൻഡൻ്റ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട്, നിങ്ങളായാലും നിങ്ങൾ പേഴ്സൺ, ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ വളരെ ഹാപ്പി ആയിട്ടൊരു ഫ്യൂച്ചർ എന്ന രീതിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, വളരെ നല്ല കാർഡ്സ് ആയിരുന്നു. എന്തുകൊണ്ടോ എനിക്ക് ഈ ഡെക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് ഇത് എപ്പോഴും എടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് സിറ്റുവേഷൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ കാണുന്ന ഈ കാർഡ്സിന് നമുക്ക് സിറ്റുവേഷൻ കൂടി ഒന്ന് ലേശം നിങ്ങൾക്ക് ക്ലാരിറ്റി തരാം. എന്തായാലും റിലേഷൻഷിപ്പിൽ വളരെ ലൈക്ക് ഒരു മുന്നോട്ടുള്ള നല്ല ഫ്യൂച്ചറാണ് എനിക്ക് കാണുന്നത്. മാറ്റങ്ങൾ Ace of Cups, awesome. I'm so happy. Very nice, beautiful. Two of Swords, that's okay. Three of Wands, that's okay. Lovers energy. Ace of Cups, Lovers energy. ഇനി എന്താ വേണ്ടത്? എംപ്രസ് ഉണ്ടായിരുന്നു, ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മാരേജിന്റെ കാര്യം, ഹൈ പോസിബിലിറ്റി, സെലിബ്രേഷൻ. ഓ മൈ ഗോഡ്. ഓക്കെ, ഇവിടെ ഒരു ഡെവിൾ എനർജി ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു ഡെവിൾ കാർഡാണ്, കാണിക്കാൻ പാടില്ല. ഓക്കെ, ഞാനിവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഡെവിൾ എനർജിയാണ്, പക്ഷെ ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസും ഉണ്ട്.
ടവർ കാർഡും ഉണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ തമ്മിൽ ഒരു ഇടയിലൊരു ഡെവിൾ എനർജി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയിൽ ചില കാര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ നെഗറ്റീവ് എനർജി എന്തും ആവാം, തേർഡ് പാർട്ടി എനർജി ആവാം, വേറെ കാര്യങ്ങളാവാം, ഫാമിലി ആവാം, എന്തു തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കുറവ്, അഡിക്ഷൻസ്, പല കാര്യങ്ങളുമാണ് ഡെവിൾ എനർജി. ഓക്കെ, എന്തോ നിങ്ങളുടെ ഇടയിൽ തടസ്സമുണ്ടായിരുന്നു. ഓക്കെ, വിട്ടേക്കാം. ഓക്കെ, അത് മാറി വരുന്നതായിട്ടാണ്. ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ബ്യൂട്ടിഫുൾ ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത്. സ്നേഹത്തിന്റെ ഒരു ബിഗിനിങ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ 2 ഓഫ് സോർഡ്സ് ഉണ്ട്. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. യെസ്, അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ ഡബിൾ എനർജി ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പേഴ്സന്റെ മൈൻഡിൽ ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. ഐ തിങ്ക് ഇവിടെ ക്ലിയർ ആയിട്ട് ഒരു തീരുമാനം എടുക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് അതിനുവേണ്ടി പ്ലാനിങ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ്. നിങ്ങളെ കാണാൻ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം, നിങ്ങളോട് ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ ആണ് പ്ലാൻ. ആക്ച്വലി യെസ്, റിയൂണിയൻ വെരി വെരി ഹൈ പോസിബിലിറ്റി. ട്വിൻ ഫ്ലെയിംസ് ആവാം, സോൾമേറ്റ്സ് ആവാം. ഞാൻ ഇതും യെസ് വിത്ത് ഡിവൈൻ ബ്ലെസ്സിങ്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്ങോടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് നിങ്ങളുടെ, വളരെ ഡീപ്പായിട്ടുള്ള സ്പിരിച്വൽ കണക്ഷൻ ആണെങ്കിൽ നിങ്ങളെ തന്നെ ബാലൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവാം. നിങ്ങൾ ചില കാര്യങ്ങൾ അങ്ങനത്തെ ചെയ്യുന്നുണ്ടാവാം. സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, ട്വിൻ ഫ്ലെയിം ആവാം, എന്തുമാവാം. ഓക്കെ, സോ ഐ ഫീൽ ആ ഒരു കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു സ്നേഹത്തോടെ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇവിടെ എംപറർ വന്നു, ഇവിടെ നേരത്തെ എംപ്രസ് ഉണ്ടായിരുന്നു. സോ മാരേജ് കാർഡ് ഞാൻ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ആയിട്ട് ഹൈ പോസിബിലിറ്റി ഓഫ് മാരേജ്. ആൻഡ് അതും എനിക്ക് ലൈക്ക് വിത്ത് ബ്ലെസ്സിങ് ഓഫ് യൂണിവേഴ്സ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫാമിലി എല്ലാവരും അപ്രൂവ് ചെയ്ത് ഒരു സെലിബ്രേഷൻ ആണ് കാണുന്നത്. ഓക്കെ, പോട്ടെ, ഇത് മാരേജ് കമ്മിറ്റ്മെന്റ് ഒക്കെ വിട്ടേക്കാം. നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ റിയൂണിയൻ ഹൈ പോസിബിലിറ്റി. നിങ്ങൾ തമ്മിലൊരു സന്തോഷം വരുന്നതായിട്ട്, സെലിബ്രേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. പ്ലാനിങ് ഉണ്ട്. മുമ്പ് തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യാതിരുന്നതായിരിക്കാം, പ്രയോറിറ്റി തന്നിട്ടുണ്ടാവില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇനി പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുമെന്ന് തന്നെയാണ്. നിങ്ങളെ ആ ഒരു ലെവലിലാണ് അവർ കാണുന്നത്. നിങ്ങളെ ഒരു എംപ്രസ് ആയിട്ടാണ് കാണുന്നത്. അതായത് എംപ്രസ് ഓർ എംപറർ. ഓക്കെ, നിങ്ങളെ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫ് എന്ന രീതിക്കാണ് അവർ കാണുന്നത്. അങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണർ എന്ന രീതിക്ക് കാണുന്നുണ്ട്. അത്രയും ലൈക്ക് അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ട്, അത് മാത്രം. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾ തമ്മിൽ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു മാറ്റം ഇവിടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനിൽ കുറെ കൂടി അടുപ്പം വരുന്നു. നിങ്ങൾ തമ്മിൽ കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. വളരെ സ്ട്രോങ് കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ലെവലിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. കമ്മിറ്റഡ് എന്ന് പറയുമ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞു എന്തുമാവാം, ലൈക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, മാരേജ് പോസിബിൾ ആയവർക്ക് മാരേജ്, അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് പേഴ്സൺ വളരെ ജെന്യുവൻ ആയിട്ട് നിങ്ങളോട് അറ്റാച്ച്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ജസ്റ്റ് റൈഡർ, ചാരിയറ്റ് ആൻഡ് റൈഡർ, ഫോക്സ്, തേർഡ് പാർട്ടി എനർജി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങളുടെ പേഴ്സണെയും കാണിക്കാതെ നടന്നു പോയി. ബെയർ, ഓക്കെ, തേർഡ് പാർട്ടി. ഓക്കെ, പറയാം. ആങ്കർ, വുമൺ ആൻഡ് മാൻ. വാവ്, എംപ്രസ് ആൻഡ് എംപറർ. കൺഫർമേഷൻ ഡബിൾ. യൂണിവേഴ്സ് നമുക്ക് കൺഫർമേഷൻസ് തരാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് എവിടെയോ യൂണിവേഴ്സ് ആയിട്ട് മേജറായിട്ട് നോക്കാൻ തോന്നി എനിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, എന്തോ എനിക്കൊരു ഇൻറ്റ്യൂഷൻ അങ്ങനെ തോന്നി, എന്തോ മേജറായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ, എന്തോ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. ഓക്കെ, എനർജി ഇത്രയും ഐ തിങ്ക് ജനുവരി തൊട്ടുള്ള ഒരു പ്രശ്നമാണ്. കുറേ അപ്പ് ആൻഡ് ഡൗൺ എനർജി ഉണ്ടായിരുന്നു. കാര്യങ്ങൾ വ്യക്തമാവാത്ത തരത്തിലുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് ബ്രേക്കപ്സ് നടന്ന് കാണാം, അല്ലെങ്കിൽ ഫുൾ മൂൺ ന്യൂ മൂണൊക്കെ ഒരുപാട് ബാധിച്ചു പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഈ ഒരു ജനുവരി തൊട്ട്, ന്യൂ ഇയർ തൊട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ബട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തു എന്തോ മേജറായിട്ട് ഇവിടെ വരാൻ പോകുന്നുണ്ട്, എന്തോ സിറ്റുവേഷൻസ് മാറ്റം വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ടവർ കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ നിങ്ങൾ തമ്മിൽ ഇടയിൽ എൻഡിങ് വന്ന് കാണാം. ഓക്കെ, എൻഡിങ് വന്ന് കാണാം. നിങ്ങൾ ഓക്കെ, എൻഡിങ് വന്ന് കാണാം. ടവർ മൊമെന്റ് ഉണ്ട്. ഓക്കെ, ഒരു സിറ്റുവേഷൻ, വേൾഡ് കാർഡ് പിന്നെ അഗെയിൻ കൺഫർമേഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഒരു എൻഡിങ് ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ. ഓക്കെ, മേ ബി ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിരിക്കാം. ബട്ട് ബി വെരി ഷുവർ, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തോളൂ, ഇപ്പം തന്നെ എഴുതി വെച്ചോളൂ. ലൈക്ക് അത്രയും ലൈക്ക് എനിക്ക് ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രം. ഓക്കെ, ഒരു കാര്യം ഇവിടെ ഒരു കണ്ടീഷൻ ഞാൻ വെക്കുന്നത്, നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതായത് നിങ്ങൾ ഒരുപാട് ലൈക്ക് പേഴ്സണെ ചേസ് ചെയ്ത് പോലല്ല. ഓക്കെ, യൂണിവേഴ്സ് ട്രസ്റ്റ് വെച്ച് നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ മനസ്സിലാക്കി അൺകണ്ടീഷണലി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നല്ല മാറ്റം കൊണ്ടുവരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്നർ വർക്കാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ബാലൻസ് ആവുക, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ബാലൻസിലിരിക്കുക, ചേസ് ചെയ്ത് പോവാതിരിക്കുക. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഏസ് ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. അതൊരു കമ്മിറ്റ്മെന്റ് കാർഡാണിത്. ഓക്കെ, എൻഡിങ് ഉണ്ടായിരുന്നു, പക്ഷേ ആ എൻഡിങ്ങിന് ശേഷം ഒരു റീസ്റ്റാർട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കമ്മിറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ റൈഡർ, അഗെയിൻ ഞാൻ പറഞ്ഞു, യാത്ര,
ട്രാവലിംഗ്, നിങ്ങളെ കാണാൻ വരാം, മീറ്റ് ചെയ്യാം, പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വിളിക്കാം, നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരാം, നിങ്ങൾ പോവാം, എന്തും ആവാം. ഓക്കെ, ഫോക്സ് ആൻഡ് ബെയർ ഉണ്ട് ഇവിടെ. ഇത് രണ്ടും ആക്ച്വലി ഇത് നമ്മുടെ നിങ്ങളുടെ ഇടയിൽ ആരോ പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഓക്കെ, അതിപ്പോൾ തേർഡ് പാർട്ടി ആരും ആവാം, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, ആരും ആയിക്കോട്ടെ. ഓക്കെ, വേറെ മാരീഡ്, ഹസ്ബൻഡ് വൈഫ് വോട്ടെവർ, ഓക്കെ, ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ഇടയിൽ ആരോ പ്രശ്നം ഉണ്ടാക്കിയതാണ്. ബട്ട് ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ബന്ധത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ തീർച്ചയായിട്ടും അവർ ഈ റിലേഷൻഷിപ്പിനെ സ്റ്റേബിൾ ആക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആക്ച്വലി 3 9 ഇവിടെ, 3 9 ആൻഡ് ഇത് 10. ഓക്കെ, അപ്പം നിങ്ങളുടെ സിറ്റുവേഷനിൽ ശരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ഓക്കെ, എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എവിടെയും ഒന്നും പറ്റില്ല. ഓക്കെ, ആരിടയിൽ എന്ത് കളിച്ചാലും ശരി. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ ഒരു പെയർ ആയിട്ടാണ് എനിക്ക് കാണുന്നത്, കപ്പിളായിട്ടാണ് എനിക്ക് കാണുന്നത്. എംപറർ എംപ്രസ് ഉണ്ടായിരുന്നു, എവിടെയും മാൻ വുമൺ വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലൊരു കപ്പിളാണ്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഓൾറെഡി മാരീഡ് ആണെങ്കിലും അല്ല, നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലും, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയാലും നിങ്ങൾ മാരീഡ് ആയാലും എന്ത് സിറ്റുവേഷൻ ആയാലും, സിംഗിൾസ് ആയാലും ശരി, എന്തായാലും ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെയുണ്ട്. റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആയിട്ട് അവരും ആക്ച്വലി നിങ്ങളുടെ ശരിക്കും നല്ല സ്ട്രോങ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ആർക്കും അതിനെ തകർക്കാൻ സാധിക്കില്ല എന്ന് പറയാം. ക്രോസ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. സ്റ്റാർ. ഞാൻ പറഞ്ഞില്ലേ, ആരോ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയതാണ്. സ്നേക്ക്, തേർഡ് പാർട്ടി എനർജി ഉണ്ട്, ഫോക്സും ഉണ്ട്, സ്നേക്കും ഉണ്ട്. ആരോ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആരാണ് എന്താണെന്നുള്ളത്. മേ ബി ബ്ലാക്ക് മാജിക് എനർജി ആവാം, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, നെഗറ്റീവ് എനർജി ഉണ്ട് ഇവിടെ. ക്രോസ് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു ബേർഡൻ നിങ്ങൾ ഫീൽ ചെയ്ത് കാണാം റിലേഷൻഷിപ്പിൽ. ഓക്കെ, ആ ബേർഡൻ വന്നതുകൊണ്ടാണ് ഐ തിങ്ക് ടവർ മൊമെന്റ് വന്നത്. യൂണിവേഴ്സായിട്ട് നിങ്ങളെ ഐ തിങ്ക് സെപ്പറേറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്, അകറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് പ്രതീക്ഷ വെക്കാൻ, ഹോപ്പ് വിടണ്ട. സ്റ്റാർ ഉണ്ട് ഇവിടെ. ഓക്കെ, പ്രതീക്ഷയുണ്ട്. നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ ബെറ്റർ ആവും എന്ന് തന്നെയാണ്. തേർഡ് പാർട്ടി എനർജീസ് ഒന്ന് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും മനസ്സിലാക്കും ആരാണ് അവരുടെ ഇടയിൽ കളിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആണോ അല്ലെങ്കിൽ നിങ്ങളാണോ ഇമ്പോർട്ടൻ്റ് എന്ന രീതിക്ക് ഒക്കെ പേഴ്സൺ മനസ്സിലാക്കുന്ന കൂടിയാണ് എനിക്ക് കാണുന്നത്. എന്തായാലും നിങ്ങളുടെ സിറ്റുവേഷൻ ബെറ്റർ ആയിട്ട് വരുമെന്നാണ്. ഓക്കെ, സോ കുറച്ച് എന്തോ മേജറായിട്ട് ചില ഈവൻറ്റ്സ് നടക്കുന്നുണ്ടാവാം, ഓൾറെഡി എന്തോ നടക്കാനുള്ള സാധ്യതയുമാണ്. എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഒരു റീഡിംഗ് ആണ് കിട്ടിയത്. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും സെപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. യൂണിവേഴ്സായിട്ട് നിങ്ങളെ തിരിച്ച് വീണ്ടും റിയൂണിയൻ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ മാസ്കുലൈൻ ഫെമിനൈൻ, അതായത് പ്രാക്ടിക്കൽ ആൻഡ് ഇമോഷണൽ സൈഡ് നിങ്ങൾ നോക്കുക, നിങ്ങൾ മാനേജ് ചെയ്ത് വെക്കാം. ഓക്കെ, ഓവർ ഇമോഷണൽ ആവരുത്, ഓവർ പ്രാക്ടിക്കൽ ആവരുത് എന്ന് പറയും. ഓക്കെ, കുറച്ചൊക്കെ നിങ്ങൾ ഒന്ന് അവനവനെ ബാലൻസ് ചെയ്യാൻ. ഓക്കെ, ഇത്രേ പറയുന്നുള്ളൂ. ഓക്കെ, എനിവേ അപ്പം നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ തീർച്ചയായിട്ടും എനിക്ക് കാണുന്നുണ്ട്. പോസിറ്റീവായിട്ടിരിക്കുക, ക്ലെയിം ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.